ഗായ്സ് ഇപ്പം ഞാൻ നിങ്ങളിന്നൊരു സാധനം കാണിച്ചു തരാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അത് വളരെ അപകടകാരിയായിട്ടൊരു സാധനമാണ് കേട്ടോ. അപ്പം നമ്മുടെ താമരക്കുളത്തിൻ്റെ വക്കയിൽ, അതായത് നമ്മുടെ ആ ഷീറ്റിൻ്റെ സൈഡിൽ നിങ്ങളൊരു വൈറ്റ് കളർ സാധനം കാണുന്നുണ്ടോ? അപ്പം ഞാൻ അതിലൊരു കോലൊക്കെ എടുത്ത് കുത്തി നോക്കി. അപ്പോൾ അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഗായ്സ്? അപ്പോൾ അത് വേറെ ഒന്നുമല്ല, നമ്മുടെ തവള മുട്ടയാണ്. അപ്പോൾ അത് എന്താ പറയുക, പല ടൈപ്പ് തവളകളുണ്ട്. അപ്പോൾ ഈ കുളത്തിൻ്റെ സൈഡിൽ കൂടി സാധാരണ ഇരിക്കുന്ന പച്ച കളറുള്ളൊരു തവളയുണ്ട്. അത് അത് നമ്മൾ അതിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മേത്തേക്ക് അള്ളി പിടിക്കും. അപ്പം നമ്മൾ അതിന് ഇറുക്കി കെട്ടി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പല പല വേർഷൻസ് ഉണ്ട്. അപ്പോൾ പല പല കളറായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം അടിപൊളിയാണ് ആ തവളേനെ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ പല പല കളറിൽ പല പല ഡിസൈനിലൊക്കെ ആ തവളേനെ നമുക്ക് കാണാൻ പറ്റുമേ. അപ്പോൾ ഇത് എന്താ പറയുക, ഈ മരത്തിൻ്റെ ഒക്കെ പൊക്കത്തിൽ ഇങ്ങനെ കരയുന്ന രാത്രി ആകുമ്പോൾ കേൾക്കാം. അപ്പം അമ്മച്ചി പറയും അതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തല്ലി കൊല്ലണം, നമുക്ക് ഒന്ന് കളയണം എന്നൊക്കെ പറയും. അപ്പോൾ കാരണന്മാരൊക്കെ പണ്ട് അങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്നിട്ടാണ് ഇത് വന്ന് നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് കളഞ്ഞാൽ കരഞ്ഞാൽ ഭയങ്കര ദോഷമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ കളയാറാണ് കേട്ടോ പതിവ്. കൊല്ലാനെന്നുള്ള മനസ്സ് ഗൈസ് എനിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പൂച്ചയൊക്കെ ഇതിനെ പിടിച്ചുകൊണ്ട് വരുന്ന കാണാവേ. അപ്പോൾ അത് ഈ കുള സൈഡിലിരിക്കുന്ന അത്ര ബെറ്റർ അല്ല. കാരണം നമ്മുടെ കുളത്തിൽ ഫുള്ള് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറ്റി പെരുക്കി ഉള്ള മീനിനെയൊക്കെ വാലുമാക്രികൾ പിടിച്ച് കഴിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എന്താ പറയുക, ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളിത് കളയാറാണ് പതിവ്. അപ്പോൾ അമ്മച്ചി ഇതേ ഒരു കുപ്പവാരിയൊക്കെ എടുത്തുകൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി അതിനകത്തായിട്ടൊക്കെ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ സംഭവത്തിന് നമുക്ക് കൊണ്ട് ദൂരെ കളയണം കേട്ടോ. അപ്പം ഇതെപ്പോൾ നമ്മുടെ വീട്ടിൽ, അതായത് കുളത്തിൻ്റെ സൈഡിലാണ് കൂടുതലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പുഴയിലൊക്കെ പോകുന്ന ടൈമിൽ ആ ഇലകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുളം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ജീവികൾ ഇങ്ങനെ മുട്ടയിട്ട് വെക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് മുട്ടകൾ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇതെന്താ പറയുക, ഇഷ്ടം പോലെ നമ്മുടെ കുളത്തിൻ്റെ ആ സൈഡിൽ ഈ സൈഡിലൊക്കെ നമുക്ക് കുറേ കാണാനായിട്ട് പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഇടയായിട്ട് ഇപ്പോൾ വന്നതാണ്. അപ്പോൾ ഇത് 2-3 ദിവസമായിട്ടുണ്ടാവുള്ളൂ. എന്തായാലും ഈ സാധനം ഞാൻ കൊണ്ട് ദൂരെ കളയട്ടെ കേട്ടോ. നമുക്ക് വളരെ ദോഷമാണ് കേട്ടോ. അതുകൊണ്ട് ഈ വൈറ്റ് ഒക്കെ കാണുന്നതിൻ്റെ മുട്ടയാണ്. അപ്പോൾ ഞാനത് കൊണ്ട് കളഞ്ഞിട്ട് വരാം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ ഗൈസ്.